അങ്ങനെ അവിയലൊക്കെ നമ്മൾ ഏകദേശം ആക്കി കഴിഞ്ഞു. ഇനി കൂട്ടുകറി നമുക്ക് വെക്കാം. അതിനു വേണ്ടി കടല നമ്മൾ തലേന്നേ പുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകി കുക്കറിനകത്തോട്ട് ഇടാം. നമ്മൾ കുക്കറിലാണ് അവിയൽ വെക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കടലയിലകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3-4 പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കി. നന്നായി വെന്തിട്ടുണ്ട്. വെന്ത കടലയിലകത്ത് അല്പം കൂടി വെള്ളമുണ്ട്. അപ്പോൾ അതിലകത്തോട്ട് നമ്മൾ നേരത്തെ കൂട്ടുകറിക്കായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ, ചേന, ഇത് രണ്ടും കൂടി ഇട്ട് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വെക്കാം. കഷ്ണം വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഉള്ള വെള്ളത്തിൽ തന്നെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കഷ്ണം വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനായിട്ടുള്ള ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. തേങ്ങ ഒതുക്കിയപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒതുക്കിയ തേങ്ങ നമുക്ക് അതിലകത്തോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെന്ത കഷ്ണം നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിലകത്തോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ആ അരവൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഇനി അരവിന് പുറമേ കുറച്ചുകൂടി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. അത് ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം നന്നായി വെളിച്ചെണ്ണയിലിട്ട് ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം ഇതിനകത്ത് ഇടാനുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് തേങ്ങ ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നിൽക്കുക. തേങ്ങ നന്നായി ബ്രൗൺ കളർ ആവണം. അരവിലകത്തോട്ട് ഈ തേങ്ങയുടെ ഈ കളറും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെയാണ് കൂട്ടുകറിയുടെ മെയിനായിട്ടുള്ളൊരു രുചി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ക്ഷമയോടുകൂടി തന്നെ നമുക്ക് തേങ്ങ നന്നായി വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറുത്ത തേങ്ങ ഈ അരവിലകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഈ അരവുമായി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലകത്തോട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ എരിവ് കുറച്ചിട്ടാണ് ഇടുന്നത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ അവിയലും കൂട്ടുകറിയൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ മറ്റുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ സ്കൂളാണ്. സ്കൂളിലെ കുട്ടികളെല്ലാവരും ഇലയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് കുട്ടികൾക്ക് എല്ലാ വിഭവങ്ങളും വിളമ്പി കൊടുക്കുന്നുണ്ട്. അവിയൽ, കൂട്ടുകറി, സാമ്പാർ, ചോറ്, പപ്പടം, പഴം, കായ് വറുത്ത, ഉപ്പേരി, അച്ചാർ, അങ്ങനെ പലവിധ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അവിടെ നമുക്ക് കാണാം. ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് രുചി എന്ന് മാഷ്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം അവർ പറയുന്നുണ്ട്. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാകാൻ വേണ്ടി അടിപൊളി പായസമൊക്കെ ടീച്ചേഴ്സ് എടുത്തവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സേമിയ പായസമൊക്കെ കാണുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും കമൻറ്റ് പറയുന്നുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓണക്കാലത്തിലുള്ള പോലെയാണ് അവരുള്ളത് കേട്ടോ. ഇലയിൽ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഓണക്കാലം ഉള്ള പോലെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഉച്ചയൂണിൻ്റെ ഒരു മേളം തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും